ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അനേകർക്ക് ഈ ദൈവവചന പഠനം ഒരു ആശ്വാസവും അനുഗ്രഹവും കർത്താവായ യേശുക്രിസ്തുവിലേക്കുള്ള ഒരു മടങ്ങിവരവിനും അവനുള്ള ആശ്രയത്തിനും അത് മുഖാന്തരമായി തീരട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യമാണ്. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇതിൻ്റെ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു ലാസറിൻ്റെ ഭവനം. അവിടെ ആ ലാസറിൻ്റെ ഭവനത്തിൽ ലാസറിൻ്റെ 2 സഹോദരിമാരുണ്ടായിരുന്നു, മാർത്തയും മറിയും. ബഥാനിയയിലെ ലാസറിൻ്റെ ഭവനം നമ്മൾ ബൈബിൾ പഠിക്കുന്നവർക്കും പള്ളിയിൽ പോകുന്നവർക്കെല്ലാം വളരെ സുപരിചിതമാണ്. അനേക പ്രാവശ്യം നമ്മളതിൻ്റെ പ്രസംഗങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ലാസർ ഒരിക്കൽ ഒരു രോഗം വന്ന് രോഗബാധിതനായി മരിക്കത്തക്ക രീതിയിലുള്ള ഒരു രോഗം വന്നു. ആ സമയത്ത് കർത്താവ് അവിടെയില്ല, ആ പരിസരത്തില്ല. കർത്താവ് കുറച്ച് ദൂരെയാണ്. കർത്താവിന് വിവരം അറിയിക്കുവാനായിട്ട് നിനക്ക് പ്രിയനായിരിക്കുന്നവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ലാസറിൻ്റെ സഹോദരിമാരെ ദൂതനെ അയച്ചു. എന്നാൽ കർത്താവ് ആ സമയത്ത് വന്നില്ല. 4 ദിവസം കഴിഞ്ഞാണ് കർത്താവ് വരുന്നത്. അപ്പോൾ സഹോദരിമാരെ വളരെ വിഷമിച്ചു, ഭാരപ്പെട്ടു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ മരിച്ചാലും അവൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മാർത്ത പറഞ്ഞു, പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. മറിയയും അവിടെ ചെന്നു. അങ്ങനെ മറിയ കരഞ്ഞു. കർത്താവും ആ സമയത്ത് കരയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യേശു കർത്താവ് പറഞ്ഞു, കല്ലറ ഏത് കല്ലറയിലാണ്, എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ കല്ലറയുടെ അടുക്കലേക്ക് ചെന്നു. കല്ല് ഉരുട്ടി മാറ്റുവാനായിട്ട് പറഞ്ഞു. കല്ല് ഉരുട്ടി മാറ്റുവാനായിട്ട് പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, അയ്യോ കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും, 4 നാളായില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കാണ് ഇത്. അത് ഒരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുമെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു കർത്താവിനെ ഒരു വ്യക്തി വിശ്വസിച്ചാൽ, സത്യദൈവത്തെ ഒരു വ്യക്തി വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. അസാധാരണമായ ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കല്ല് നീക്കുവാനായിട്ട് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 4 ദിവസം നാറ്റം വെച്ച് കിടന്ന ലാസർ അവൻ പുറത്തു വന്നു. യഹൂദന്മാരുടെ ശവമടക്ക പ്രകാരം അവൻ്റെ ശരീരം മുഴുവൻ കച്ച കൊണ്ട് കെട്ടി അതിൻ്റെ മുകളിൽ കയറ് കൊണ്ട് കെട്ടിയിട്ടാണ് അടക്കം ചെയ്തിരുന്നത്. കർത്താവ് അവൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ്റെ കയ്യും കാലും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ടഴിക്കുവാൻ അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. അങ്ങനെ കെട്ടഴിച്ച് അവനെ സ്വതന്ത്രമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം ഈ തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ ഈ ദൈവത്തെ നാം വിശ്വാസത്തോടെ കയറി പിടിച്ചാൽ അസാധാരണമായ ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ തിരുവെഴുത്തിലുണ്ട്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസം കൂടാതെ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒരുവൻ ദൈവം ഉണ്ട് എന്നും താൻ ചോദിക്കുന്നത് അവൻ കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അവനെ സമീപിക്കുമെങ്കിൽ ഈ ദൈവം ആരാണെന്നുള്ള പരമാർത്ഥ ഹൃദയത്തോടെയുള്ള അറിവോടുകൂടി ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു അന്യജാതിക്കാരത്തിയായ രൂത്ത് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യം, അവളുടെ ഒരു അനുഭവം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. രൂത്തിൻ്റെ പുസ്തകം 4 അധ്യായങ്ങൾ മാത്രമുള്ള പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. ഈ രൂത്ത് അവൾ വിവാഹം കഴിച്ചത് ഒരു യഹൂദനെയാണ്. യഹൂദൻ എന്ന് പറയുമ്പോൾ ബെത്ലഹേം എന്ന് പറയുന്ന ദേശത്ത് നിന്ന്, ബെത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ ഭവനമാണ്. അപ്പത്തിൻ്റെ ഭവനമാണെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ക്ഷാമം ഉണ്ടായി എന്ന് വന്നേക്കാം. അങ്ങനെ അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിൽ നിന്ന് ഒരു കുടുംബം, എലീമേലെക്ക് എന്ന് പറയുന്ന ഒരു പുരുഷൻ, അവൻ്റെ കുടുംബം അവർ മോവാബിലേക്ക് പോയി. മോവാബ് എന്ന് പറയുന്നത് ജാതികളുടെ കഴുകാനുള്ള വട്ടകം എന്നാണ് അതിനറിയപ്പെടുന്നത്, അതിൻ്റെ അർത്ഥം പറയുന്നത്. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ ഭവനവും മോവാബ് എന്ന് പറഞ്ഞാൽ കഴുകാനുള്ള വട്ടയുമാണ്. അങ്ങനെ ബേത്ലഹേമിൽ നിന്ന് അവിടെ ഒരു ചെറിയ ക്ഷാമം ഉണ്ടായപ്പോൾ ആ ക്ഷാമത്തിൻ്റെ പേരിൽ ഈ ഒരു കുടുംബം, അതായത് എലീമേലേക്ക്, അവൻ്റെ ഭാര്യ നൊവോമി, 2 മക്കളായിരുന്ന മഹ്ലോൻ, കില്യോൻ, ഇവർ 4 പേരടങ്ങുന്ന ഒരു കുടുംബം ബേത്ലഹേം വിട്ട് മോവാബിലേക്ക് പോയി. ബാക്കിയുള്ളവരെല്ലാം അവിടെ തന്നെ താമസിച്ചു. ആ ഞെരുക്കത്തിലും ഘട്ടത്തിലും അവർ അവിടെ തന്നെ നിന്നു. അവർ വിശ്വാസത്താൽ ദൈവത്തെ നോക്കി അവിടെ തന്നെ നിന്നു. എന്നാൽ ഈ എലീമേലെക്കും കുടുംബവും അവിടെ പോയി. ഇന്ന് അനേക ഇടങ്ങളിലും ചെറിയ ഒരു ഞെരുക്കമോ ഒരു കഷ്ടമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അനേക ആളുകളും ദൈവത്തെ വിട്ടകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് ഈ ലോകത്തിലേക്ക് അവർ പ്രത്യാശ വയ്ക്കും. ഈ ലോകത്തിലേക്ക് പ്രത്യാശ വെച്ചാൽ സംഭവിക്കുന്നതോ ഭയങ്കരമായ ദുരിതങ്ങളും കഷ്ടങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവർ
ഇവിടെ ഇവർ എലിമേലേക്ക് അങ്ങോട്ട് പോവുകയാണ്. എലിമേലേക്ക് അവിടെ ചെന്നു, അവിടെ ഒരു സ്ഥലവും വീടൊക്കെ വാങ്ങിച്ചു, അങ്ങനെ താമസമാക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എലിമേലേക്ക് മരിച്ചു. പിന്നെ ഉള്ളത് 2 മക്കളും നൊവോമിയുമാണ്. മക്കളോൻ എന്ന് പറയുന്നവൻ, കില്യോൻ എന്ന് പറയുന്ന 2 ബലഹീനരായ 2 ചെറുപ്പക്കാർ, 2 മക്കളും നൊവോമിയും മാത്രം ശേഷിച്ചു. അവരിനി ബേത്ലഹേമിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ അതും ഒരു കഷ്ടമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരവിടെ തന്നെയുള്ള ജാതി സ്ത്രീകളെ വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ മക്കളോനും കില്യോനും വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്ന് പേര്, ഒരുത്തിക്ക് രൂത്ത് എന്ന് പേര്. അങ്ങനെ 2 പെൺമക്കളെയും മരുമക്കളെയും അവിടെ താമസമാക്കി അവരവിടെ താമസിക്കുകയാണ്. ഈ നൊവോമി അവിടെ താമസിക്കുകയാണ്. 2 മരുമക്കളോടും കൂടെ അവിടെ താമസിക്കുകയാണ്. ഏകദേശം 10 വർഷം അവിടെ താമസിച്ചു. ഈ 10 വർഷത്തിനിടയിൽ ഈ 2 മക്കളും അവൾക്ക് നഷ്ടമായി. ഭർത്താവ് നഷ്ടമായി, 2 ആൺമക്കൾ നഷ്ടമായി. ഇപ്പോൾ 2 മരുമക്കൾ മാത്രമായിട്ട് നൊവോമി അവിടെ താമസിക്കുകയാണ്. പക്ഷെ നൊവോമി ഈ കഷ്ടത്തിലും അവൾ ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നു. അവൾ ആ ദൈവത്തെക്കുറിച്ച് അവരോട് സാക്ഷ്യം പറഞ്ഞിരുന്നു. ഈ 2 പെൺമക്കളോടും സാക്ഷ്യം പറഞ്ഞിരുന്നു. കാരണം അവർ അന്യജാതിയിൽ വിഗ്രഹത്തെ ആരാധിച്ച് ദേവനെയും ദേവിയെല്ലാം വണങ്ങി നമസ്കരിച്ച് വന്ന കുടുംബത്തിൽ പിറന്നവരാണ്. എന്നാൽ യഹൂദന്മാരുടെ സത്യദൈവത്തെക്കുറിച്ച്, ഏകസത്യദൈവത്തെക്കുറിച്ച് ഇവൾ വ്യക്തമായിട്ട് അവരോട് സംസാരിക്കേണ്ടായിരുന്നു. നമുക്കത് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു അറിവ് കിട്ടി. ബേത്ലഹേമിൽ ദൈവം സന്ദർശനം നടത്തിയിരിക്കുന്നു, അവിടെ ക്ഷാമമെല്ലാം മാറി ജനത്തിന് അനുഗ്രഹം വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവൾ തീരുമാനിച്ചു, ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ, എൻ്റെ മക്കളും പോയി, ഭർത്താവും പോയി, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് വലിയ അർത്ഥമില്ല. അവൾ തിരികെ പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തിരികെ പോകാൻ തീരുമാനിച്ചപ്പോൾ അവൾ ഈ മരുമക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുക്കലേക്ക് പോവുക, നിങ്ങൾ അവിടെ വേറെ വിവാഹം കഴിച്ച് താമസിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ പോരുമെന്ന് പറഞ്ഞു. ഇല്ല, അവർ ഇവിടെ നിർബന്ധിച്ചു, നിങ്ങളിപ്പോൾ പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യഹൂദന്മാരുടെ ക്രമം അനുസരിച്ച് ഇനി അതിന് ചില ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്, അതത്ര ഈസി അല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കേണ്ട, നിങ്ങളുടെ ദേവൻ്റെ അടുക്കിലേക്കും നിങ്ങളുടെ ആളുകളുടെ അടുക്കിലേക്കും പോകാനായിട്ട് പറഞ്ഞ് വളരെ നിർബന്ധിച്ചു. എന്നാൽ ആ നിർബന്ധത്തിന് ഒടുവിൽ ഓർപ്പ ഇവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് തിരികെ പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓർപ്പ അവളെ ചുംബിച്ച് പിരിഞ്ഞു. അവള് സങ്കടമുണ്ട്, വിഷമമുണ്ട്. എങ്കിലും ഈ അമ്മായിയമ്മ പറഞ്ഞതിൽ ഒരു ലോജിക്ക് ഉണ്ടല്ലോ. അതായത് ഇനി അവിടെ പോയി യഹൂദന്മാരുടെ അടുക്ക പോയി വിവാഹം കഴിക്കാൻ പറ്റാതെ ചുമ്മാ ജീവിതം പാഴാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഓർപ്പ അവിടെ ഒരു തീരുമാനമെടുത്ത് അവൾ ദേവൻ്റെ അടുക്കിലേക്ക് തിരിച്ച്, താൻ ഏത് വിഗ്രഹാരാധനയുടെ ടീമുമായിട്ട് ചേർന്ന് നിന്നിരുന്നു ആ അടുക്കിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ രൂത്ത്, അവളിൽ വിശ്വാസം വേരൂന്നിയിരുന്നു. ഈ യഹൂദൻ്റെ ദൈവം, ഈ ഇസ്രായേലിൻ്റെ ദൈവം, ഈ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് നൊവോമി പറഞ്ഞു കൊടുത്ത വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്നു. അവൾ അതുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരുന്നു. ഇവൾ നിർബന്ധിച്ചിരുന്നു, അമ്മായിയമ്മ നിർബന്ധിച്ചിട്ട് അവൾ തിരികെ പോകാൻ തയ്യാറായില്ല. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, മോളെ, ഓർപ്പ പോയി അവളുടെ ദേവൻ്റെ അടുക്കിലേക്ക്, അവൻ്റെ കുടുംബക്കാരുടെ അടുക്കിലേക്കും പോയി, നീ മടങ്ങിപ്പോകും മോളെ, നീ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ഒരു ഭർത്താവിനെ കിട്ടുകയില്ല, നിൻ്റെ ജീവിതം കഷ്ടമായിരിക്കും എന്നെല്ലാം വളരെ അവളെ ഒഴിവാക്കാനായിട്ട് നൊവോമി ശ്രമിച്ചെങ്കിലും അവൾ പറഞ്ഞു, രൂത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, മരണം കൊണ്ടല്ലാതെ നമ്മളിനി. അതിൻ്റെ രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അപ്പോൾ യഹോവ എന്നുള്ള വാക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം, ഈ ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം രൂത്ത് തീരുമാനിച്ചപ്പോൾ, ഇനി ഭാവിയൊക്കെ ദൈവം നോക്കിക്കൊള്ളും, ഇനി എൻ്റെ ഭാവി ആ ദൈവത്തിൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഇനി ഒരു തീരുമാനം എടുക്കുന്നില്ല, ഈ അമ്മാവിയമ്മ എനിക്ക് പറഞ്ഞു തന്ന ഈ സത്യദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവം, മറ്റ് ശക്തിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ ഇനി തിരികെ പോകില്ലെന്ന് തീരുമാനമെടുത്ത് ഈ രൂത്ത് അവിടെ നിന്ന് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ബേത്ലഹേമിലേക്ക് ഇവർ നടക്കുകയാണ്. നടന്നു പോകാനുള്ള വഴിയാണുള്ളത്, അന്ന് വേറെ മാർഗ്ഗങ്ങളുമില്ല, ഇവർ നടക്കുകയാണ്. അങ്ങനെ നടന്ന് ബേത്ലഹേമിൽ എത്തിയപ്പോൾ ഈ ബേത്ലഹേമിലെ ജനങ്ങൾ ഇളകി. നമ്മളിപ്പോൾ യുദ്ധമെല്ലാം നടക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു യഹൂദനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ഒരു ഇസ്രായേൽക്കാരനായ ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ രാജ്യം ഒന്നടങ്ങ് ഇളകും. അവൻ്റെ ഒരു സഹോദരനെ, ഒരു സഹോദരിയോ മറ്റൊരു രാജ്യക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഗസയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നൊവോമി എന്ന് പറയുന്ന സ്ത്രീ ബേത്ലഹേമിലേക്ക് തിരിച്ചു വന്നപ്പോൾ ബേത്ലഹേം മൊത്തം ഇളകി. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയ ആ യഹൂദ സ്ത്രീയായ നൊവോമി വന്നപ്പോൾ ആ ജനം മുഴുവൻ ഇളകി അവളുടെ അടുക്കൽ വന്നു. അയ്യോ, ഇത് നൊവോമിയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്നെ നൊവോമി എന്ന് പറയേണ്ട, കാരണം നൊവോമി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സന്തോഷമെന്നാണ്. ഇപ്പോൾ സന്തോഷമില്ലാത്തവളായിട്ടാണ് അവൾ മടങ്ങി വരുന്നത്. അവിടെ മടങ്ങി വരും വലിയ സന്തോഷമൊന്നുമില്ല, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട്, ഭർത്താവ് നഷ്ടപ്പെട്ട്, 2 മക്കൾ നഷ്ടപ്പെട്ട്, യാതൊരു പ്രതീക്ഷയില്ലാതെ അവൾ മടങ്ങി വരികയാണ്. അപ്പോൾ ഈ യഹൂദന്മാർ എല്ലാവരും കൂടി അവളെ സ്വീകരിക്കുകയും
അങ്ങനെ അവളുടെ ആ പഴയ വീട്ടിൽ ചെന്ന് അതിൻ്റെ മാറാമലെല്ലാം അടിച്ച് പെറുക്കി നന്നാക്കി ഇനി അവർ ഭക്ഷണം കഴിക്കണമല്ലോ, അവിടെ യവക്കൊയ്ത്തെല്ലാം ആരംഭിക്കുന്ന സമയമാണ്. അങ്ങനെ രൂത്ത് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് അന്ന് ഈ കാല പെറുക്കുക എന്ന് പറയും, അതായത് കൊയ്ത്തുകാരുടെ ഇടയിൽ പോയി കൊയ്ത്തിൻ്റെ ഇടയിൽ കതിര് വീണ് കിടക്കുന്നത് പെറുക്കിയെടുക്കാം. അവർ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീഴുന്ന കതിരുകൾ പെറുക്കിയെടുക്കുക, അത് അനാഥർക്കും പരദേശികൾക്കും ഉള്ളതാണ്. അപ്പോൾ ഞാൻ പോയി അങ്ങനെ ഇതെല്ലാം ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. രൂത്ത് ഇതിൻ്റെ കഥകളെല്ലാം സംഭവങ്ങളെല്ലാം ഒരു യഹൂദൻ്റെ ദൈവം, അവൻ്റെ രീതികൾ, അവൻ്റെ യഹൂദ ജനത്തിൻ്റെ പ്രമാണങ്ങൾ, കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൾ പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോവുകയാണ്. പക്ഷേ അവിടെ ഒരു വാക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്, ഇവള് ഈ ഇത് പെറുക്കാനായിട്ട്, കതിര് പെറുക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്ന് പെറുക്കിയത്. ഈ പുസ്തകം ഒരു ആശ്ചര്യകരമായ പുസ്തകമാണ്. കാരണം ഞാനിത് ജോർജ് ഫിലിപ്പ് എന്ന് പറയുന്ന ദൈവദാസൻ ഈ ക്ലാസ് ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഈ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ രൂത്ത് ഈ കാല പെറുക്കാനായിട്ട്, ഈ കതിര് പെറുക്കാനായിട്ട് പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാരിങ്ങനെ നോക്കി നിൽക്കുക. വേറെ ഒരുത്തൻ്റെയും വയലിലേക്ക് പോകാതെ ബോസിൻ്റെ വയലിലേക്ക് തന്നെ അവൾ ചെന്ന് ചാടേണ്ടതിനായിട്ട് ദൈവദൂതന്മാർ നോക്കിയിരിക്കുക. അവൾക്ക് വഴി പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനൊന്നും അവിടെ ആരുമില്ല. ഒരു പുതിയ അന്യജാതിക്കാരായ ഒരു പെൺകുട്ടിയാണ്. യഹൂദന്മാരുടെ ഇടയിൽ അവൾ ആദ്യമായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു. അതായത് ഈ മരിച്ചുപോയ എലീമേലെക്കിൻ്റെ സ്വന്തക്കാരൻ്റെ വയലിലായിരുന്നു ഇവൾ ചെന്ന് ഈ കതിര് പെറുക്കാനായിട്ട് പോയത്. അങ്ങനെ അവളുടെ ഇടയിൽ ചെന്ന് പെറുക്കി. കുറേ കഴിഞ്ഞപ്പോൾ ഈ ബോസ് വരുന്നു. ബോസ് കൊയ്ത്തുകാരോട് ക്ഷേമമൊക്കെ അന്വേഷിച്ചു. കൊയ്ത്തുകാരുടെ മേലാളിനോട് ചോദിച്ചു, അതേതാണ് ആ ഒരു പെൺകുട്ടി? അപ്പോൾ പറഞ്ഞു, അതിങ്ങനെ മറ്റേ നവോമിയുടെ മരുമകളായിട്ട് ഉള്ള സ്ത്രീയാണ്, രൂത്ത് എന്നാണ് അവളുടെ പേര്. അവൾ രാവിലെ മുതൽ ഇങ്ങനെ വന്ന് പെറുക്കുകയാണ്, പെറുക്കോട്ടെ എന്ന് ചോദിച്ച് ഞാൻ അനുവദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ അവളോട് സംസാരിച്ചു, നീ വേറെ എങ്ങും പോകണ്ട, നീ ഇവിടെ തന്നെ പെറുക്കിക്കോളൂ, ഈ കൊയ്ത്ത് തീരുവോളം നീ ഇവിടെ തന്നെ വന്നോളൂ, നീ ഇവരുടെ ഒപ്പം വെള്ളം എടുത്ത് കുടിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ എന്നെല്ലാം അവൾക്ക് അനുമതി കൊടുക്കുകയാണ്. കാരണം ഈ നവോമി വന്നപ്പോൾ ഈ മരുമകളെക്കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഉത്തമയായ ഒരു സ്ത്രീയാണെന്ന് യഹൂദന്മാർക്ക് എല്ലാവർക്കും തിരിച്ചറിയത്തക്ക നിലയിൽ നവോമി അവളെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അത് ബോവസും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ബോവസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തും വേറൊരു സംഭവമുണ്ട്. കാരണം ഈ ബോവസ് എന്ന് പറയുന്നത് എറിഹോ പട്ടണം പിടിച്ചെടുക്കാനായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച ഒരു രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയുണ്ട്. ആ വേശ്യാസ്ത്രീ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവളെ സൽമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വിവാഹം കഴിച്ചു. ആ സൽമോൻ ഉണ്ടായ മകനാണ് ഈ ബോവസ് എന്ന് പറയുന്നത്. ആ ബോവസ് ആ നാട്ടിലൊരു മഹാധനികനായിരുന്നു. ആ മഹാധനികൻ്റെ ഭവനത്തിൽ വയലിലാണ് ഇവൾ കറ്റ പെറുക്കാനായിട്ട് ചെന്നിരിക്കുന്നത്. അങ്ങനെ കറ്റ പെറുക്കി ഈ സംഭവം മുന്നോട്ട് പോകും തോറും കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ബോവസിന് ഇവളോട് ഇഷ്ടം തോന്നുകയും അങ്ങനെ ഇവളുടെ ആഗ്രഹം ഇവളെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവളെ വീണ്ടെടുക്കുവാൻ തക്കണം. അതിൻ്റെ ചില ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ അത് വീണ്ടെടുക്കുവാൻ തക്കണം. ഇതിനേക്കാൾ മുൻപ് വീണ്ടെടുക്കേണ്ട വേറൊരു ഇവരുടെ സ്വന്തക്കാരുണ്ട്. അങ്ങനെ അവൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, നീ ഇങ്ങനെ മരിച്ചുപോയ എലീമേലെക്കിൻ്റെ മരുമകളെ വീണ്ടെടുക്കുവാനായിട്ടല്ല, അവരുടെ സ്ഥലം വീണ്ടെടുക്കുവാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അവൻ്റെ മകൻ്റെ ഭാര്യയെ നീ വീണ്ടെടുക്കണം, അവനും മരിച്ചു പോയിരിക്കുന്നു പറഞ്ഞു. അതെനിക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല, അപ്പോൾ എൻ്റെ അവകാശം ഞാൻ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും, അതുകൊണ്ട് നീ തന്നെ വീണ്ടെടുത്തോളാനായിട്ട് പറഞ്ഞ് ആ ബോവസിന് ആ സംഭവം വീഴുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നാം പ്രാരംഭത്തിലെ വായിച്ചു കേട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. അതെ, ഈ യഹൂദന്മാരുടെ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കാതെ, ഇനി ഒരു ഭർത്താവിനെ കിട്ടുകയില്ല, ഇനി ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയില്ല, കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലേക്കാണ് അവൾ മടങ്ങിപ്പോകുന്നത്. പക്ഷേ അവൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി, ഒരു സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അവൾക്കുണ്ടായി. നവോമി പറഞ്ഞു കൊടുത്ത ആ ഒരു സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ ആ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷേ അവളുടെ ഭാവി അത് വെറുതെ ആയിപ്പോയില്ല. അവളൊരു മഹാധനികൻ്റെ ഭാര്യയായി തീരുകയും അവളുടെ പേര് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ രേഖപ്പെടുത്തുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. അതേ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ സത്യദൈവത്തെ നീ കയറി പിടിച്ചാൽ, നീ മറ്റുള്ള വിഗ്രഹങ്ങളെല്ലാം വിട്ട് യഥാർത്ഥത്തിലുള്ള ഈ ദൈവത്തിലേക്ക് നീ തിരിഞ്ഞാൽ, നിൻ്റെ ജീവിതം ഒരിക്കലും പാഴായി പോവുകയില്ല. നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുകയും ചെയ്യും. ദൈവം നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. നിനക്ക് കഷ്ടവും ഞെരുക്കമൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം, പക്ഷേ ദൈവം ഒരു നാൾ നിന്നെ കൈവിട്ട് കളയില്ല. അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ
അതിൻ്റെ 5-ാം വാക്യം, 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. അതെ, വളരെ മോശപ്പെട്ട 4 സ്ത്രീകളെക്കുറിച്ച് തിരുവെഴുത്ത് ഈ വംശാവലി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 പേരുടെ പേര് നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. ഒന്ന് രാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീ. അവളുടെ ജീവിതം ദൈവം മാറ്റിമറിച്ചു. അവൾ യഹൂദന്മാരുടെ ഗണത്തിലേക്ക് വന്നു. അവൾ ജീവനുള്ള സത്യദൈവത്തിൻ്റെ മകളായിട്ട് തീരുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ഇതാ ഇപ്പോൾ ഒരു അന്യജാതിക്കാരിയായ പെൺകുട്ടി, അവളെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ സത്യദൈവം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ ആ ദൈവത്തെ ഇറങ്ങി തിരിച്ച് അവൾ ഒരു മഹാധനികൻ്റെ ഭാര്യയായി തീരുകയും അവളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുകയും തന്നെയല്ല യേശുക്രിസ്തുവിൻ്റെ വംശാവലി പുസ്തകത്തിൽ അവളുടെ പേര് വരുവാൻ തക്കൊണ്ട് ഇടയായി തീരുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോവില്ല. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിൻ്റെ ജീവിതത്തിൽ ദൈവം അസാധാരണമായി വീര്യപ്രവൃത്തികളെ ചെയ്യുവാൻ തക്കോണം മതിയായ ഒരുവനാണ്. നീ ഉദ്ദേശിക്കുന്നത് പോലെ നിന്നെ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല. നീ ഈ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചിട്ട് ഒരു പക്ഷേ കുറച്ച് കഷ്ടമോ ഞെരുക്കമോ ഒക്കെ വരുമ്പോൾ നീ പിന്മാറി പോകേണ്ട കാര്യമില്ല. എലിമേലേക്ക് ചെയ്തതുപോലെ നീ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ ദൈവത്തെ വിശ്വസിച്ച് നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുക. സത്യ ദൈവം നിന്നെ ഉയർത്തും. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. ഇങ്ങനെ ഒരു ദൈവം വേറെയില്ല. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏത് ഘട്ടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം ദൂരത്ത് നിന്നറിയുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ വിടാതെ ഇവനെ മുറുകെ പിടിച്ചുകൊള്ളുക, വിശ്വസിക്കുക. നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, കർത്താവെ, അമങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഞങ്ങൾ വായിക്കുന്നു കർത്താവെ, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയും മൂടും, എന്നാലും ഞങ്ങളുടെ മേൽ നിൻ്റെ യഹോവ ഉദിക്കുമെന്നുള്ള അങ്ങയുടെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കില്ലെന്നുള്ള ഞങ്ങളുടെ വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ചൊവ്വയെ നടക്കേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ദൈവം, ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ദൈവം കർത്താവെ, നീ അങ്ങനെയുള്ള ഒരു ദൈവമായതുകൊണ്ട് സ്തോത്രം. ആ രൂത്തിനെ ആ ബോവസിൻ്റെ വയലിലേക്ക് നടത്തിയ ദൈവം ജീവിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ, കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ, അവർക്ക് തക്കതായ തുണകളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ മാനുഷികമായ തെരഞ്ഞെടുപ്പുകളൊന്നും നടക്കാതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക്, നന്മകളിലേക്ക് അവരെ പ്രവേശിപ്പിക്കണമേ കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ ഇച്ഛ, ഞങ്ങളുടെ ചിന്താമണ്ഡലം ഞങ്ങളെ വഞ്ചിക്കുവാൻ ഇടയാകരുതേന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരും അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഓരോ സബ്സ്ക്രൈബറെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവെ. അവിടെ എല്ലാ ആവശ്യങ്ങളും ഇവന് കൂടെ ഇരിക്കണമേ കർത്താവെ. അതുപോലെ ഇത് കാണുന്ന ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. ഈ വചനം മുഴങ്ങിച്ചെല്ലട്ടെ കർത്താവ്. ഇരുവാത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ അങ്ങയുടെ വചനം, പ്രാണനെ ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേറൊടിക്കും വരെ തുളച്ചെല്ലുന്ന അങ്ങയുടെ വചനം കർത്താവിൻ്റെ വിശ്വാസത്തിൽ ഒരു വർധനമുണ്ടാകുവാൻ, അനേകർ കർത്താവിനെ കയറി കൂടുതൽ പിടിക്കുവാൻ, അവൻ ആശ്രയിക്കുവാൻ ഇത് മുഖാന്തരം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, മഹത്വം എടുത്താട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.